തിരക്കുകൾക്ക് വിരാമമിട്ട് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രാക്കിലേക്ക് യാത്രക്കാരുടെ ഏറെ നാളത്തെ സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത്. അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒത്തുചേരുന്ന വന്ദേ ഭാരത് സ്ലീപ്പറിന്റെ ആദ്യ റൂട്ട് ന്യൂഡൽഹിയിൽ നിന്ന് പട്നയിലേക്കാണ്. ഡിസംബർ അവസാന ആഴ്ച സർവീസിന്റെ ഉദ്ഘാടനം നടക്കും. ട്രെയിനിന്റെ പരീക്ഷണയോട്ടം തുടങ്ങി. ഇതിനായി ട്രെയിൻ നിർമ്മിച്ച പൊതുമേഖലാ സ്ഥാപനമായ ബംഗളൂരുവിലെ ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് 2 ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേക്ക് കൈമാറി. 16 കോച്ചുകളുള്ളതാണ് ഈ ട്രെയിൻ. റെയിൽവേ സേഫ്റ്റി കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന പരീക്ഷണയോട്ടം വിജയിച്ചാൽ ഡിസംബർ അവസാനത്തോടെ സർവീസ് ആരംഭിക്കുമെന്നാണ് റെയിൽവേ അറിയിച്ചിരിക്കുന്നത്. പട്നയ്ക്കും ന്യൂഡൽഹിക്കും ഇടയിൽ യാത്ര ചെയ്യുന്നവർ ഈ സ്ലീപ്പർ വന്ദേ ഭാരത് ഒരു വലിയ മാറ്റമാണ് ഉണ്ടാക്കുക. രാത്രി യാത്രയിലെ സമയം ലാഭിക്കാൻ കഴിയും. ഓട്ടോമാറ്റിക് ഡോറുകൾ, CCTVകൾ, ഓരോ ബർത്തിലും പ്രത്യേക ലൈറ്റുകൾ, കവച് സംവിധാനം തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഒത്തുചേർന്നതാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ. 160 മുതൽ 180 കിലോമീറ്റർ വേഗതയിൽ ഈ ട്രെയിനുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ഓരോ ട്രെയിനിനും 16 കോച്ചുകളാണുള്ളത്. ഇതിലെല്ലാം കൂടി 827 പേർക്ക് യാത്ര ചെയ്യാം. 11 തേർഡ് AC കോച്ചുകളിൽ 611 ബർത്തുകളാണുള്ളത്. 4 സെക്കൻഡ് AC കോച്ചുകളിൽ 188 ബർത്തുകളും ഒരു ഫസ്റ്റ് AC കോച്ചിൽ 24 ബർത്തുമുണ്ട്. ഓരോ കോച്ചിലും GPS പ്രാപ്തമാക്കിയ LED ഡിസ്പ്ലേകളും പ്രത്യേക വായനാ ലൈറ്റുകളും ഉൾപ്പെടുത്തും. ടോയ്ലറ്റുകൾ, ബർത്തുകൾ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ രൂപകൽപ്പന ചെയ്തതായിരിക്കും. പ്രത്യേക പരിഗണന ആവശ്യമുള്ള ആളുകൾക്ക് ബർത്തുകൾ, ടോയ്ലറ്റുകൾ തുടങ്ങിയവയും ഉണ്ടായിരിക്കും. ഓൺബോർഡ് കാറ്ററിംഗ് സേവനങ്ങൾക്കുമായി മൊഡുലാർ പാൻട്രി ട്രെയിനിൽ ഉണ്ടാകും. ടിറ്റാഗർ റെയിൽ സിസ്റ്റവും ഭാരത് ഹെവി ഇലക്ട്രിക്സ് ലിമിറ്റഡിന്റെയും കൺസോർഷ്യം ആണ് നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. കരാർ അനുസരിച്ച് 6 വർഷത്തിനുള്ളിൽ 80 വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ കൈമാറാനാണ് വ്യവസ്ഥയുള്ളത്. ആദ്യത്തെ വർഷം 8 ട്രെയിനുകളും 2ാം വർഷം 12 എണ്ണവും പിന്നീടുള്ള വർഷങ്ങളിൽ 20 ട്രെയിനുകൾ വീതവും നൽകുമെന്നാണ് വ്യവസ്ഥ. ഈ വർഷം ജൂലൈയിൽ ആദ്യ ട്രെയിൻ ഓടിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ പലവിധ കാരണങ്ങളാൽ ഇത് നീണ്ടുപോയി. സ്ലീപ്പർ വന്ദേ ഭാരത് ട്രെയിനിന്റെ നിരക്കുകൾ സംബന്ധിച്ച് ഇന്ത്യൻ റെയിൽവേ കൃത്യമായ സ്ഥിരീകരണം നടത്തിയിട്ടില്ല. എങ്കിലും രാജധാനി എക്സ്പ്രസ് പോലെയുള്ള പ്രീമിയം സർവീസുകൾക്ക് ഈടാക്കുന്ന തുക ഈടാക്കുമെന്നാണ് കരുതുന്നത്. അതേസമയം 6 വർഷങ്ങൾക്ക് മുമ്പ് 2019 ഫെബ്രുവരി മാസത്തിൽ ഇന്ത്യയിൽ ആദ്യമായി വന്ദേ ഭാരത് ട്രെയിനുകളുടെ സർവീസ് ആരംഭിച്ചത്. രാജ്യത്ത് അന്നുവരെ കണ്ടിട്ടോ അനുഭവിച്ചിട്ടോ ഇല്ലാത്തതായ ഒന്നായിരുന്നു യാത്രക്കാർക്ക് ഈ പ്രീമിയം ട്രെയിൻ സമ്മാനിച്ചത്. വികസിത രാഷ്ട്രങ്ങളിലെ ട്രെയിൻ യാത്രയെ അനുസ്മരിപ്പിക്കുന്ന സൗകര്യങ്ങൾ, ഒപ്പം ഇന്ത്യയിൽ പതിവായി അനുഭവിച്ചിരുന്ന യാത്രാ ദുരിതം പേരിനു പോലുമില്ലാത്ത സർവീസ്. ഞൊടിയിടയിൽ രാജ്യത്തെ വിവിധ റൂട്ടുകളിൽ വന്ദേ ഭാരത് സൂപ്പർ ഹിറ്റായി മാറി. 2019 ന്യൂഡൽഹി വാരണാസി റൂട്ടിലാണ് ആദ്യത്തെ വന്ദേ ഭാരത് ഓടിയത്. പിന്നീട് കേരളത്തിലെ 2 ട്രെയിനുകൾ ഉൾപ്പെടെ രാജ്യത്തെ 78 റൂട്ടുകളിൽ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നുണ്ട്. പകൽ സമയങ്ങളിലാണ് വന്ദേ ഭാരത് ഓടിക്കൊണ്ടിരുന്നത്. ഇതിനൊരു മാറ്റമായിട്ടാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ഇപ്പോൾ ട്രാക്കിൽ ഇറങ്ങാൻ പോകുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.